ആ, അടുത്ത വീഡിയോ വന്നു എന്ന് തോന്നുന്നു. സ്റ്റേഷനിൽ ഹാജരാക്കിയതിന് ശേഷമുള്ളതായിരിക്കും. ശശിധരൻ പിള്ളയുടെ കരച്ചിലൊന്ന് കാണാം. ഇത് വേറൊരു നമ്പറിൽ നിന്നാണല്ലോ. ദൈവമേ, പണി പാടിയല്ലോ. ആ, ഹലോ, പറയൂ സാർ. എന്താ ഗൗതം ഇത്? എന്താ ചെയ്തു വെച്ചിരിക്കുന്നത്? അയ്യോ, സാറിനത് ഇഷ്ടായില്ലേ? എന്റെ ഭാര്യയെ ഫോൺ ഒളിപ്പിച്ചു വെച്ചെടുത്തതാ. HD ക്വാളിറ്റി ഒന്നും പ്രതീക്ഷിക്കണ്ടെന്നേ. അവളെ കൊണ്ട് അത്രയൊക്കെ പറ്റുള്ളൂ സാർ. സാറൊന്ന് അഡ്ജസ്റ്റ് ചെയ്യണം. പോടാ അവിടുന്ന്. എന്തിനാ താൻ ഇങ്ങനെയൊക്കെ ചെയ്തത്? വേണ്ടാത്ത പണിയാണ്, പറഞ്ഞേക്കാം. അയ്യോ, ഇവിടം കൊണ്ടൊന്നും ഞാനത് അവസാനിപ്പിക്കില്ല. വേണമെങ്കിൽ ഞാൻ ഒരു പുതിയ ചാനൽ തുടങ്ങിയിട്ട് അതിനകത്തു കൂടി ഇത് അപ്ലോഡ് ചെയ്ത് കൊടുത്തേക്കാം. എന്തു പറയുന്നു? എടോ, ഇതെന്റെ ജോലി പോകുന്ന കാര്യമാണ്. വേഗം ആ വീഡിയോ ഡിലീറ്റ് ചെയ്ത് കളയാൻ നോക്ക്. താൻ ഇതുപോലുള്ള എത്ര പേരുടെ ജീവിതം വെച്ച് വിലപേശിട്ടുണ്ടാവൂടോ? എത്ര തലമുറയ്ക്ക് ജീവിക്കാനുള്ളത് കൈക്കൂലി ഇനത്തിൽ സമ്പാദിച്ചു കൂട്ടിയിട്ടുണ്ടാവും. തന്നെ അങ്ങനെ അങ്ങ് വെറുതെ വിടാൻ പറ്റുമോ? സാറൊന്നും ചെയ്യരുത്. എനിക്കൊരു കുടുംബമുണ്ട്, ഭാര്യയുണ്ട്, വലിയ മക്കളുണ്ട്. നാണക്കേടാ. ഞാൻ എന്ത് വേണമെങ്കിലും ചെയ്യാം. സാറിന്റെ കയ്യിൽ നിന്ന് വാങ്ങിച്ച പണം ഞാൻ തിരിച്ചു തരാം. പ്ലീസ് സാർ, ഞാൻ സാറിന്റെ കാല് പിടിക്കാം. ഞാൻ സാർ പറയുന്നിടത്ത് പണം കൊണ്ടുവരാം. ഉറപ്പാണോ? ഞാൻ അതിൽ നിന്ന് 1 രൂപ പോലും എടുത്തിട്ടില്ല. ഇപ്പൊ വരാം. എവിടെ വരണം സാറ് പറഞ്ഞാൽ മതി. എങ്കിൽ എന്റെ കയ്യിൽ നിന്ന് പണം വാങ്ങാൻ വന്ന ലക്ഷ്മി റെസ്റ്റോറന്റ് അല്ലേ, അവിടേക്ക് വന്നാൽ മതി. ഒരു അരമണിക്കൂർ സമയം തന്നാ ഞാൻ എത്തിക്കോളാം. മാക്സിമം നേരത്തെ ഇങ്ങ് പോരെ. അരമണിക്കൂറാക്കാൻ നിൽക്കണ്ട. അല്ല സാർ, പണം ഇവിടെ അടുത്തൊരു സ്ഥലത്ത് വെച്ചിട്ടുണ്ട് സാർ. ഇപ്പൊ തന്നെ വരാം സാർ. സാർ അവിടെ തന്നെ ഒന്ന് കാണണേ. അയ്യോ സാറേ, ശശി സാറിനെ വിജിലൻസ് പിടിക്കുന്നതിന്റെ വീഡിയോ എനിക്ക് കിട്ടി സാറേ. നോക്ക് സാർ. ഓടാ അവിടുന്ന്. വിജിലൻസ് ഓൻ്റെ ഒരു സാറേ. ആഹാ, എന്തൊരു സ്പീഡാ സാറിന്. പറഞ്ഞതിനേക്കാൾ 10 മിനിറ്റ് നേരത്തെ എത്തി. വാ സാർ, ഇരിക്ക്. വാ വാ വാ, ഇരിക്ക്. എന്റെ സാറേ, വല്ലാത്തൊരു ചതിയായി പോയി സാർ ഈ ചെയ്തത്. സാറിനെ വിശ്വസിച്ചല്ലേ ഞാൻ ഈ പണം വാങ്ങിയത്. ചതി, വിശ്വാസം, ഈ വാക്കുകളൊക്കെ അപ്പൊ സാറിന് അറിയാല്ലേ? ഏതെങ്കിലും ഒരാൾ രക്ഷപ്പെടാനായി എന്തെങ്കിലും ചെയ്യാൻ ഇറങ്ങുമ്പോ വേറൊരാൾ വെച്ച് നീട്ടുന്ന നക്കാപ്പിച്ചയും വാങ്ങി പോക്കറ്റിലിട്ടിട്ട് വലിയ രാജാവ് ചമയുമ്പോ ആദ്യം ചിന്തിക്കണം, ആ വാക്കുകളൊന്നും ഒരാളുടെ മാത്രം കുത്തകയല്ലെന്ന്. എന്റെ കയ്യിൽ നിന്ന് പണം വാങ്ങാനായി ഇതേ റെസ്റ്റോറന്റില് ഇതേ സ്ഥലത്ത് വന്നപ്പോ സാർ ഒരു കാര്യം പറഞ്ഞില്ലായിരുന്നോ? ഒരു മൊബൈൽ ഫോൺ കയ്യിലുള്ളവരെല്ലാവരും ചാനൽ മുതലാളിമാരാണെന്ന്. ഞാനും ഒരു മുതലാളി ആയാലോ എന്ന് ആലോചിക്കാം. ഒരു പുതിയ ചാനൽ തുടങ്ങി അതിലെ ആദ്യ വീഡിയോ ആയി സാറിന്റെ സീൻ തന്നെ അപ്ലോഡ് ചെയ്ത് കൊടുത്താലെന്നൊരു ഐഡിയ തോന്നുന്നു. പ്ലീസ് സാർ, അങ്ങനെയൊന്നും ചെയ്യരുത്. സാറിന്റെ കയ്യിൽ നിന്ന് വാങ്ങിയ മുഴുവൻ പണവും ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്. അതിൽ നിന്ന് 1 രൂപ പോലും ഞാൻ എടുത്തിട്ടില്ല. സാറിന്റെ പണം തിരികെ എടുത്തോ. പിന്നെ സോയിൽ ടെസ്റ്റ് റിപ്പോർട്ട് അത് ഞാൻ തന്നല്ലോ. ഇനി എത്ര റിപ്പോർട്ട് വേണമെങ്കിലും ഞാൻ തരാം. ദയവ് ചെയ്ത് എന്നെ ഉപദ്രവിക്കരുത്. ആ വീഡിയോ ഒന്ന് ഡിലീറ്റ് ചെയ്ത് കളാം. ഇപ്പൊ താൻ തെളിവ് സഹിതം പിടിക്കപ്പെട്ടിരിക്കുക. അതുകൊണ്ട് എന്റെ മുന്നിലിരുന്ന് യാചിക്കുന്നു. പക്ഷെ ഈ നാട്ടിലെ ചില പാവങ്ങളുണ്ട്, എന്തെങ്കിലും ചെയ്ത് പിഴച്ചു പോകാൻ വേണ്ടി ഇറങ്ങുന്നവർ. അവർ തന്നെ പോലെയുള്ള ഒരു ഉദ്യോഗസ്ഥനെ കാരണം ആത്മഹത്യ ചെയ്യേണ്ടി വന്നു കാണില്ലേ മോഹൻദാസെ? ഏതെങ്കിലും ഒരുത്തൻ കടവും ഇടവും കൊണ്ട് പകലില്ലാതെ കണ്ണിമ്മ വെട്ടാതെ ഇരുന്ന് അധ്വാനിച്ചുണ്ടാക്കുന്ന പണത്തിന്റെ
1% തനിക്ക് വേണമല്ലേ? എന്താ എന്റെ പേര്? പ്രോഫിറ്റ് ഷെയർ അല്ലേ? മറ്റൊരുത്തന്റെ അധ്വാനത്തിന്റെ പങ്ക് മെയ് അനങ്ങാതെ ഇരുന്ന് കൈപ്പറ്റാൻ നീ ആരാടാ? ബിസിനസ് ലോകത്ത് ഞാൻ ഇരുന്ന പൊസിഷൻ എന്താണെന്ന് നിനക്കറിയാമോ? എന്നോട് നീ ഇത് കാണിച്ചെങ്കിൽ ഇവിടുത്തെ സാധാരണക്കാരന്റെ ഗതി എന്തായിരിക്കും? നിന്റെ ഓഫീസിന്റെ തിണ്ണ നിറങ്ങി അവന്റെ ജന്മം പാഴാവില്ലേ? നീയൊന്നും മാപ്പർഹിക്കുന്നേ ഇല്ല. വേറെ സർ, കഴിക്കാൻ എന്താ വേണ്ടത്? തൽക്കാലത്തേക്ക് കൂൾ ഡ്രിങ്ക്സ് എന്തെങ്കിലും എടുക്കട്ടെ? ഇപ്പോഴത്തെ ക്ലൈമറ്റിന് നല്ലതാണ്. ഒന്ന് പോയ കൊച്ചേ, മനുഷ്യൻ ഇവിടെ തീ പിടിച്ചിരിക്കുമ്പോഴാ ഒരു കൂൾ ഡ്രിങ്ക്സ്. തീയല്ലേ സർ, ചൂടല്ലേ? ഞാൻ തരാമെന്ന് പറഞ്ഞതും കൂൾ ഡ്രിങ്ക്സ് അല്ലേ? വേണ്ടെന്ന് പറഞ്ഞില്ലേ? പോ. എന്തെങ്കിലും വേണോന്ന് വെച്ചാ വിളിക്കാം. ഓക്കെ, താങ്ക് യു സർ. വേറെ സർ, സാറിന് ഈ ബേറ മനസ്സിലായോ? ബേറൊക്കെ എനിക്ക് മനസ്സിലായി, ഓർമ്മയുണ്ട്. സാർ, ഞാൻ പറയുന്നതൊന്ന് കേക്ക്. വല്ലാത്ത ചെയ്ത്താണ് സാർ ചെയ്തു വെച്ചിരിക്കുന്നത്. ആ വീഡിയോ ഒന്ന് ഡിലീറ്റ് ചെയ്യും. സാറ് പറഞ്ഞു കേട്ടല്ലോ, വല്ലാത്ത ചെയ്ത്തായി പോയെന്ന്. ഡിലീറ്റ് ചെയ്ത് കളയാൻ. ആ വീഡിയോ അത്ര പോരാന്ന്. ആണോ? എന്തോന്നാ കൊച്ചത്? ഒരു വീഡിയോ എടുക്കുമ്പോ വൃത്തിക്കെടുക്കണ്ടേ? സാറിനത് ഇഷ്ടപ്പെട്ടില്ല. സോറി സാർ, വീഡിയോ പിടിച്ചൊന്നും വലിയ പരിചയമില്ല, അതുകൊണ്ട് അങ്ങനെ എടുത്തു വെച്ചത്. അടുത്ത തവണ ഈ കൊച്ചു ശ്രദ്ധിച്ചോളൂ. അത് ശരി. അപ്പൊ നീയാണ് ഈ വീഡിയോ എടുത്തതല്ലേ? നിന്നെ ഞാൻ വേണ്ട. ഇതാരാണെന്ന് സാറിന് മനസ്സിലായോ? ഇതാണ് നിധി, എന്റെ നിധി. എന്ന് വെച്ചാൽ എന്റെ സ്വന്തം ഭാര്യ. ഇനി ഇവിടെ സംഭവിക്കാൻ പോകുന്നത് എന്താണെന്നറിയോ? മോഹൻദാസ് സാർ തിരികെ പോകാൻ പോകുന്നത് സോയിൽ ടെസ്റ്റിംഗ് ഓഫീസിലേക്കല്ല, ജയിലിലേക്കാ. ദയവേത് അങ്ങനെ ഒന്നും ചെയ്യരുത്. ഒരു അറസ്റ്റ് ഉണ്ടായാൽ എന്റെ ജോലി പോവും, സമൂഹത്തിൽ എന്റെ മാന്യത പോവും. കെട്ടിച്ചു വിടാറായ മക്കളുണ്ട് സാർ എനിക്ക്. അവരുടെ വിവാഹം പോലും പിന്നെ നടക്കില്ല. ഭാര്യയ്ക്കും മക്കൾക്കും പിന്നെ പുറത്തിറങ്ങി നടക്കാൻ പറ്റാത്ത നാണക്കേടാവും സാർ. സാർ, ഞാൻ സാറിന്റെ കാല് പിടിച്ച് മാപ്പ് പറയാം സാർ. ദയവ് ഇതെന്നെ ഒന്നും ചെയ്യരുത് പ്ലീസ് സാർ. സേവകൻ എന്ന് പറഞ്ഞിരുന്നിട്ട് ഒരാവശ്യത്തിന് വരുന്ന പൊതുജനങ്ങളെ കൊണ്ട് കാല് പിടിപ്പിക്കുന്ന നീ ഇപ്പൊ എന്റെ കാല് പിടിക്കാൻ വരുന്നോ? ഞാൻ യാചിക്കുകയാണ് സാർ, എന്നെ ഉപദ്രവിക്കരുത്. എന്നോടൊന്ന് ക്ഷമിക്ക്. ഞാൻ മാപ്പ് പറഞ്ഞില്ലേ? ശരി, ഞാൻ ക്ഷമിച്ചിരിക്കുന്നു. താങ്ക് യു സാർ, താങ്ക് യു വെരി മച്ച് സാർ. സാർ ഈ പണം എടുത്തോ, ഞാൻ വെക്കോട്ടെ? അല്ല, ഞാൻ ക്ഷമിച്ചു എന്ന് മാത്രമേ ഞാൻ പറഞ്ഞുള്ളൂ. പക്ഷെ ഈ നാട്ടില് ഒരു നിയമമില്ലേ? ആ നിയമം നിന്നോട് ക്ഷമിക്കുമോ? ദേ അങ്ങോട്ട് നോക്കി. ഇത് വിജിലൻസ് DYSP ത്യാഗരാജൻ സർ. ഇദ്ദേഹത്തെ അറിയാമായിരിക്കും. ജയശങ്കർ, സ്ഥലം CI. നിങ്ങൾ കൈക്കൂലി വാങ്ങിയതിന് കൃത്യമായ തെളിവുകൾ ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട്. നിങ്ങളെ അറസ്റ്റ് ചെയ്യാൻ പോവാണ്. പരാതിക്കാരൻ ഞാനാണ്. തെളിവ് കൊടുത്തത് ഞാൻ തന്നെ. ഇതെല്ലാം ചെയ്തു വെച്ചിട്ടാണ് സാറിനെ ഞാൻ ഇവിടേക്ക് വിളിച്ചു വരുത്തിയത്. അന്നന്നത്തെ അന്നത്തിന് വകയില്ലാത്തവന്റെ കുറെ ഉപ്പ് താൻ തിന്നതല്ലേ? ഇനി താൻ വെള്ളം കുടിക്കും മോഹൻദാസേ. സന്തോഷത്തോടെ ഇവരുടെ കൂടെ അങ്ങ് പൊയ്ക്കോ. തന്നോട് ഞാൻ ക്ഷമിച്ചാൽ തന്റെ പണക്കൊതി മൂലം ഒരുപാട് പാവങ്ങളുടെ ആത്മഹത്യ ചെയ്യേണ്ടി വരും. നടക്കടാ അങ്ങോട്ട്, പിടിച്ചോട് വാടോ ഇയാളെ. സാറേ, ഈ പെട്ടിയിൽ തൊണ്ടുമുതലുണ്ട്, അതുകൂടെ എടുത്തു.